നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മീ ദിസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദുബായ് ഉൾപ്പെടെയുള്ള UAE നഗരങ്ങളിൽ കെട്ടിട വാടക വീണ്ടും വർദ്ധിച്ചു. തൊഴിലവസരങ്ങളും വികസനവും വർദ്ധിച്ചതാണ് വാടക വീണ്ടും കൂടാൻ കാരണമായത്. ദുബായ് ഉൾപ്പെടെയുള്ള UAE നഗരങ്ങളിൽ കെട്ടിട വാടക വീണ്ടും വർദ്ധിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വികസനവും തൊഴിൽ അവസരങ്ങളും വീണ്ടും മെച്ചപ്പെട്ടതാണ് വാടക ഉയരാൻ കാരണം. സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ദുബായ് ഉൾപ്പെടെയുള്ള UAE നഗരങ്ങൾ കരകയറിയതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയും പുത്തൻ ഉണർവിലാണ്. ഈ ഉണർവ് കെട്ടിട വാടകയിൽ വലിയ വർധനയ്ക്കാണ് വഴിയൊരുക്കിയത്. ദുബായ്ക്ക് പിന്നാലെ ഷാർജ, അജ്മൻ എന്നിവിടങ്ങളിലും കെട്ടിട വാടക ബോധപൂർവം വർദ്ധിപ്പിക്കുകയാണെന്നാണ് ഉപഭോക്താക്കളുടെ പരാതി. കെട്ടിട വാടക വർധനയെക്കുറിച്ച് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്ന നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിൽ ഒരിക്കൽ 5% റെന്റ് ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ആ നിയമം ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ മിക്ക ലാൻഡ് ലോഡുകളും പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മിനിമം അവർ ഇൻക്രീസ് ചെയ്യുന്നത് 7.5 ആണ്, 5% അല്ല. അത് പല ഭാഗങ്ങളായിട്ട് 10% വരെ എൻ്റെ അറിവിൽ കൂട്ടിയ ആളുകൾ ലാൻഡ് ലോഡുകളുണ്ട്. കെട്ടിട വാടകയ്ക്ക് പിന്നാലെ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ ഇടത്തരക്കാരായ പ്രവാസി കുടുംബങ്ങളുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വില വർദ്ധിച്ച സാഹചര്യമാണുള്ളത്. ഈ അവസ്ഥയിൽ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്താൽ പോലും ഒന്നും മിച്ചം വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഒരാൾ മാത്രം ജോലി ചെയ്ത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവാസിയുടെ അവസ്ഥ ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടാണ്. ജീവിത ചെലവ് വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ശമ്പളം വർദ്ധിക്കുന്നില്ലെന്നാണ് മിക്കവരുടെയും പരാതി. വളരെ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് സാലറി കിട്ടുന്നത് ഇവിടെ മാത്രം സ്പെൻഡ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. നമുക്ക് സേവിങ്സ് അറ്റ് ദി എൻഡ് വെരി സീറോ മാത്രമാണ്. പിന്നീട് സ്കൂൾ ഫീസ് എല്ലാ വർഷവും കൂട്ടുന്നു, സാലറിക്ക് കൂട്ടുന്നു, റെൻറ്റ് കൂട്ടുന്നു. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സേവിങ്സ് പാർട്ടിലേക്ക് വരുന്തോറും വളരെ സീറോ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു ലീസായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഈ റെൻറ്റും ഇത്രയൊക്കെ ഹൈക്ക് ചെയ്യാതെ വളരെ കുറയ്ക്കുക, എങ്കിലേ നമുക്ക് ഇവിടെ ഒരു ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പം ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പം സിംഗിളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലിവ് ഹിയർ. ഇതിനിടെയാണ് കെട്ടിട വാടക വലിയ രീതിയിൽ ഉയരുന്നതും. ദുബായിലെ ചില പ്രധാന കേന്ദ്രങ്ങളിലാണ് വലിയ രീതിയിൽ വാടക വർദ്ധിച്ചത്. ദുബായിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറാമ, ബർദുബായ്, ജുമേറ ഈ 3 സ്ഥലങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബർഷ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 70-75% മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഇപ്പോൾ കിസൈസ്, അതേപോലെ മൊഹസീന, ദേരയുടെ ചില ഭാഗങ്ങൾ, ഹമരിയ ഏരിയകളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടുമില്ല. ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ബർഷ, JLT, അതുപോലെ JBR, ബർദുബായ് ഊതുമത്ത സൈഡ്, അതേപോലെ കറാമയിൽ ചില ഭാഗങ്ങൾ നല്ല ബൂമിങ് വന്നിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരായ പ്രവാസികൾ പോലും UAEയിൽ കുടുംബമായി ജീവിക്കുന്ന സാഹചര്യമാണുള്ളത്. പുതിയ തലമുറയിൽ വിദ്യാസമ്പന്നരുടെ എണ്ണം വർദ്ധിച്ചതാണ് ഇതിനു കാരണം. ഒപ്പം കുടുംബിനികൾ വീട്ടിലിരിക്കുന്നതിനു പകരം അനുയോജ്യമായ ജോലി കണ്ടെത്താൻ തയ്യാറാകുന്നു. എന്നാൽ ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന പ്രവാസി കുടുംബങ്ങളാണ് ഈ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവിന് മുന്നിൽ പകച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി കെട്ടിട വാടക കുത്തനെ കുറഞ്ഞത് പ്രവാസികൾക്കല്പം ആശ്വാസം നൽകിയിരുന്നു. 2005-2008 വർഷങ്ങളിലാണ് വീട്ടുവാടക വലിയ രീതിയിൽ വർദ്ധിച്ചത്. എന്നാൽ 2008-ൽ സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചതോടെ കെട്ടിട വാടകയും വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. ഈ അവസരം മുതലാക്കി നിരവധി പേരാണ് കുടുംബവും ഒന്നിച്ച് UAEയിൽ താമസം തുടങ്ങിയത്. ഫ്ളാറ്റുകളിൽ ഷെയറിംഗിൽ താമസിച്ചിരുന്നവർ ഒറ്റമുറികളുള്ള ഫ്ളാറ്റുകളിലേക്ക് താമസം മാറി. ഒരു മുറിയിൽ താമസിച്ചിരുന്നവർ 2 മുറിയിലുള്ള ഫ്ളാറ്റുകളിലേക്കും താമസം മാറിയിട്ടുണ്ട്.
മാത്രവുമല്ല, അജ്മൻ ഉൾപ്പെടെയുള്ള UAE-യിലെ വടക്കൻ മേഖലയിൽ താമസിച്ചിരുന്നവർ പോലും വാടക കുറഞ്ഞപ്പോൾ ദുബായിലേക്കും ഷാർജയിലേക്കും ചേക്കേറിയിരുന്നു. എന്നാൽ ഇപ്പോൾ കുത്തനെയുള്ള വാടക വർധനവ് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണ്. 2-3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UAE-യിൽ വലിയ രീതിയിലുള്ള ഒരു വാടക വർധന അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണിന്ന്. ഇത് ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെയായി ദുബൈയിലുണ്ടായിരിക്കുന്ന വാടക വർധന ഷാർജയിൽ നിന്നും അജ്മാനിൽ നിന്നുമൊക്കെ ദുബൈയിലേക്ക് തിരിച്ചെത്തിയ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്. അതോടൊപ്പം സ്കൂൾ ഫീ, സാലിക് ഫീ എന്നിവയിൽ ഉണ്ടായ വർധന ഒരു സാധാരണക്കാരനെ ഒരു തിരിച്ചുപോക്കിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മലയാളികൾ എല്ലാവരും ഈ ട്രാഫിക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പോക്കാണല്ലോ. കൂടുതൽ ആളുകളും ദുബായിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ റെൻറ്റിൻ്റെ ഈ ഒരു ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പലരും ഷാർജയിൽ അജ്മാനിലൊക്കെ താമസം മാറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തിരിച്ചാണ് കാണുന്നത്. ഇപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു പ്രക്രിയ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റെൻറ്റ് കുറഞ്ഞിട്ടല്ല, പക്ഷേ ട്രാഫിക്കിൻ്റെ ഒരു കുറവ് അനുഭവപ്പെട്ടതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം UAE-യിൽ തൊഴിൽ അവസരങ്ങൾ വർദ്ധിച്ചതാണ് കെട്ടിട വാടക വീണ്ടും വർദ്ധിക്കാൻ കാരണമായത്. ഈ വർധനവിന്റെ തുടക്കം ദുബായിലായിരുന്നു. എന്നാൽ പിന്നീട് ഇതിന്റെ പ്രതിഫലനം അബുദാബി, ഷാർജ ഉൾപ്പെടെയുള്ള മറ്റു നഗരങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മാത്രം 15 മുതൽ 25% വരെ വാടക വർധനവുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണ കുടുംബങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയായി. മാത്രവുമല്ല, താമസിക്കുന്ന സ്ഥലത്ത് മറ്റൊരാളെ താമസിപ്പിക്കാൻ അനുവദിക്കുന്ന ഷെയറിംഗ് സംവിധാനവും ഭാഗികമായി ഇല്ലാതായി. കൂടാതെ കുടുംബ വിസ ലഭിക്കണമെങ്കിൽ ഫ്ളാറ്റ് അഗ്രിമെന്റ് ഉണ്ടാവണമെന്ന വ്യവസ്ഥയും ഷെയറിംഗ് സമ്പ്രദായത്തിന് മറ്റൊരു തിരിച്ചടിയായി. ഇങ്ങനെ വിലക്കയറ്റവും സാലിക് എന്ന റോഡ് ചുങ്കവും മക്കളുടെ സ്കൂൾ ഫീസ് വർധനവുമെല്ലാം പ്രവാസിയുടെ ജീവിത ചെലവ് ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് കെട്ടിട വാടകയും കുതിച്ചുയരുന്നത്. ജീവിത ചെലവ് ഗൾഫിലും പ്രവാസിയുടെ നട്ടെല്ല് ഒടിക്കുകയാണ്. രൂപയുടെ മൂല്യത്തകർച്ച പ്രവാസിക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ഈ ജീവിതഭാരം ആരറിയുന്നു?